ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇതാ ഇന്നത്തെ വർക്ക് ഒരു ചെറിയ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഫാഷൻ മേക്കർ മെഷീനിൽ എംബ്രോയ്ഡറിയും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ മെഷീൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെ എപ്പോഴെങ്കിലും ചെയ്യുന്നതിൻ്റെ ഫ്രെയിമും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഫ്രെയിമും കൂടെ എടുത്തിട്ട് ഒന്ന് ചെറിയൊരു ഫ്ലവർ ഡ്രോയിങ് ചെയ്തിട്ട് വലിയ രീതിക്കൊന്നും ഡ്രോയിങ് അറിയില്ല. എപ്പോഴെങ്കിലും മെഹന്തി ഇടാനോ അങ്ങനെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ വരയ്ക്കാനേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ വരച്ചിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വെച്ചിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രെയിം കുറച്ച് വലുതായിപ്പോൾ ഇവിടെ ഉള്ളത്. ചെറുതുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കാൻ സമയം കിട്ടാഞ്ഞിട്ട് ഞാൻ വലുതിൽ തന്നെ ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അതിൻ്റെ കർവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ഫ്രെയിം ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാവും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഇതിലെങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, ട്രെയിൻ ചെയ്യുകയാണ്, പഠിക്കുകയാണ്. ഞാനിതുവരെ എംബ്രോയ്ഡറി ചെയ്തിട്ടില്ല മെഷീനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ്. അപ്പം മെഷീൻ്റെ ഫൂട്ടൊക്കെ നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ആണ് കേട്ടോ. നീഡിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനൊരു യെല്ലോ കളർ ഫ്ലവറാണ് കൊടുക്കുന്നത്. ഒരു ഗ്രീൻ സ്റ്റെമ്മും അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാണ് ഫ്ലവർ വരച്ച് കഴിഞ്ഞു. ഇനി ആ സ്റ്റെമ്മും കൂടെ വരച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. സബ്സ്ക്രൈബ് അങ്ങനെ കുറേശ്ശായിട്ട് കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 2-3 ദിവസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് കുറഞ്ഞപ്പം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പോയിന്റിൽ നീഡിൽ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് പിന്നെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാനത് കുറച്ച് സ്പീഡിൽ, എനിക്ക് നോർമൽ സ്റ്റിച്ചിൻ്റെ സ്പീഡ് കുറച്ചുള്ളത് കൊണ്ടൊക്കെ ആ നോർമൽ സ്റ്റിച്ചിൻ്റെ സ്പീഡിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാര്യമില്ല, അത് ക്ലിയർ ആവില്ല. അപ്പം കുറച്ച് സ്ലോയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ആ സ്പീഡ് വരുന്നതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ കുറവ് വരുന്നുണ്ട്. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ നമ്മൾ ഡ്രോയിങ് ചെയ്ത് വരച്ച് വെച്ച ആ ലൈനിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെല്ലെ അങ്ങനെ ചെയ്താൽ മതി. കർവൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്രെയിമൊക്കെ ഒന്ന് തിരിച്ച് റെഡിയാക്കി, മെല്ലെ ഒന്ന് തിരിച്ച് റെഡിയാക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെ ടൈമും ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇതിനോട്. കാരണം സ്റ്റിച്ചിങ്ങിനേക്കാളും ഒരു നല്ല ഭംഗി ഇത് ഫ്ലവറായിട്ട് മെറ്റീരിയലിൽ കാണുമ്പോൾ ഓരോ ഡിസൈൻ ഇങ്ങനെയല്ലേ ഓരോരുത്തർ ചെയ്തെടുക്കുന്നതെന്നൊക്കെ, അത് നമുക്കും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇതിനോട്. അപ്പോൾ ഞാനൊരു ബ്ലാങ്ക് ക്ലോത്ത് എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു വേസ്റ്റ് ക്ലോത്താണ്, നമ്മൾ കട്ട് ചെയ്ത് തന്നെ ബാലൻസ് ക്ലോത്ത് വന്ന് അതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റഫായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നല്ല തുണിയിലാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ, അപ്പോൾ റഫായിട്ട് ചെയ്ത് നോക്കുകയാണ്. വലിയ കുഴപ്പമില്ല. ആ കർവൊക്കെ കുറേയൊക്കെ റെഡിയായി വരുന്നുണ്ട് എനിക്ക്. ഇനി ഞാൻ നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്തിട്ട് ക്ലിയറായി എക്സ്പീരിയൻസായി വന്നാലാണ് നമുക്ക് ഒരു നല്ല മെറ്റീരിയലിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത്, ഈ മെഷീൻ്റെ അകത്ത് 21 ഡിസൈൻ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കുറച്ചൊരു 5-6 സ്റ്റിച്ചിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതൊരു യൂട്യൂബിലൊരു വീഡിയോസ് കണ്ടപ്പോഴാണ് കേട്ടോ ഇൻട്രസ്റ്റ് വന്നത് ചെയ്ത് നോക്കാൻ.
അപ്പോൾ അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല സ്ലോ വേണം, സ്ലോയിലേ ചെയ്യാൻ പറ്റൂ, സ്പീഡ് ഇതിന് പറ്റിയല്ല. അപ്പോൾ അതാ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെമ്മും കൂടെ ഗ്രീൻ കളർ കൊടുത്തിട്ട് അതും ചെയ്യാം. ഇതിനൊരു ചെറിയ ഫ്രെയിം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ഉണ്ടായിരുന്നു, അത് തിരഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഫ്രെയിമിൽ, ഇതാണെങ്കിൽ വലിയ ഫ്രെയിം ആയതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ആ ഫ്ലവറിൻ്റെ റൗണ്ടും കൂടെ യെല്ലോ കളർ തന്നെയാട്ടോ കൊടുക്കണേ. വേണമെങ്കിൽ അത് ഫുള്ള് ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനതങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ഓരോ ലൈനിൽ മാത്രം ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഞാൻ ഫ്രീ ടൈം ആയതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനൊന്നും ടൈം കിട്ടില്ല. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ, പഠിക്കാമായിരുന്നല്ലോ എന്നൊക്കെ. നമ്മളെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിന് നോർമൽ നൂല് തന്നെയാണ് കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് സിൽക്കി ആയിട്ടുള്ള നൂലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ച് നല്ല ഭംഗിയിലൊക്കെ ആയിട്ട് വരും. ഇത് നോർമൽ നൂലായിട്ട് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ഉള്ള നൂലൊക്കെ ആകുമ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ടാവും. ഇനി അതിൻ്റെ സ്റ്റെമ്മും കൂടെ ഗ്രീൻ കളർ നൂലെടുത്തിട്ട് ഇട്ടെടുത്തിട്ട് ചെയ്യാം. സ്റ്റെമ്മ് ചെയ്യാൻ നല്ല ഈസി ആയിട്ടോ, കർവൊന്നുമില്ലല്ലോ, കുറഞ്ഞൊരു സ്ലോപ്പേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല ക്ലിയർ ആവുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് എംബ്രോയ്ഡറിയാണ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചുരിദാറോ ടോപ്പോ നൈറ്റിയോ വേറെ ഫ്രോക്കുകളോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിസൈന് കൊടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ ഒരു ബ്യൂട്ടിയും കൂടെ ഉണ്ടാവും. കാരണം നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നതല്ലേ ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ. അപ്പോൾ അതിന് അവർ അത്രയും റേറ്റ് വാങ്ങുന്നതും ഇങ്ങനെയൊക്കെ ഓരോ ഡിസൈൻ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ ഇതാണ് ഞാൻ ആ ഫ്ലവർ ചെയ്തെടുത്തത്, കണ്ടില്ലേ. സ്റ്റെമ്മിന് ഗ്രീൻ കൊടുത്തു, മറ്റേ ഫ്ലവർ യെല്ലോയും കൊടുത്തു. അപ്പോൾ ഇതിലും ക്ലിയർ ആക്കിയിട്ട് ഇനിയും നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ്, നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വീണ്ടും നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിതാ മെഷീൻ്റെ നോർമൽ ഫുഡൊക്കെ മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ടാറ്റാ.